ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. സോ ഓൾമോസ്റ്റ് 1 ഇയറിന് മുകളിലായി സ്റ്റഡി ബോട്ടണി ചാനലിൽ ഇതുപോലൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊരു Q&A പോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്? ഞാൻ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. നാട്ടിലില്ലായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഒന്നും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലുള്ള സിസ്റ്റത്തിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ കമ്പ്യൂട്ടറൊക്കെ പൊക്കിക്കൊണ്ട് പോവാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പലപ്പോഴായിട്ട് വീട്ടിൽ വരുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട്, പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. പിന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യാറ്. സോ ഞാൻ ഈ കോച്ചിങ്ങിനൊക്കെ പോയ സമയത്ത് എനിക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഒരുപാട് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനെ സ്റ്റഡി ടിപ്പ് അതുകൂടാതെ ടൈം ടേബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്കും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഈ കുറച്ച് കാലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലായി പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഐ നീഡ് യുവർ സപ്പോർട്ട്. അതുകൂടാതെ തന്നെ സ്റ്റഡി ബോട്ടണി ചാനലിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് പ്ലസ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ട് സ്റ്റഡി ബോട്ടണി ചാനലിൻ്റെ. അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഐ ആം ഹാപ്പി ടു ഹെൽപ്പ്. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, സ്റ്റഡി ബോട്ടണി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നീറ്റ് എക്സാമിന് ഹെൽപ്ഫുൾ ആണോ എന്നുള്ള കാര്യം. സോ ഒരു നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് എന്തായാലും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ NCERT ബേസ്ഡ് ആയിട്ടാണ് നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സ്റ്റഡി ബോട്ടണി ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും NCERT ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഈവൻ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ കുറച്ച് വീഡിയോസിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും തന്നെ ഞാൻ അന്നെടുക്കുന്ന ചാപ്റ്ററിന്റെ NCERT ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ എക്സാംസിനും ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആണ്, നീറ്റ് എക്സാംസിനും ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആണ്. അപ്പം അത് മാത്രം മതിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോരാ, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. NCERTയിൽ നിന്നല്ലാതെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുണ്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ചില ക്വസ്റ്റ്യൻസ്, വളരെ റെയർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും NCERTയിൽ നിന്ന് പുറത്ത് നിന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ അതിന്റെ കൺസെപ്റ്റ്സ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കൺസെപ്റ്റിൽ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി സ്റ്റഡി ബോട്ടണി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു കൺസിസ്റ്റൻസി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നാണല്ലോ. അപ്പം നിങ്ങൾ സ്റ്റഡി ബോട്ടണി ചാനലിലെ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ, റെസ്പിറേഷൻ ആയിക്കോട്ടെ, ഇത്തരം ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ സ്റ്റഡി ബോട്ടണി ചാനലിലെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതുകൂടാതെ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടിൻ്റെ കുറവുകൊണ്ട് തന്നെയാണ് പിന്നീട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഐ നീഡ് യുവർ സപ്പോർട്ട്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സ്റ്റഡി ബോട്ടണി ചാനലിനോട് ചോദിക്കാം. പിന്നീട് നോട്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇനി വരുന്ന ക്ലാസ്സസിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഞാൻ പറയാം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റഡി ബോട്ടണി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്ന് എത്താൻ പറ്റും. സോ അത്രയൊക്കെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ +1 +2 നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. സപ്പോർട്ട് മീ. നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ.